എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 7 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും അന്വയാർത്ഥങ്ങളും സാരവും എല്ലാം കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ നോക്കി. ഇനി 8-ാമത്തെ ശ്ലോകം നോക്കാം. വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ഭ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ശ്ലോകം ഒന്നുകൂടി നമുക്ക് ജപിക്കാം. വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ഭ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ആ ഗുരുനാഥനും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കണം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയവും പദം നോക്കാം. സൗമ്യ ത്വം വേത്ത തത്സർവം തദനുഗ്രഹാത് തത്വതഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവഃ ഭ്രൂയു ഉദ ഗുഹ്യം അഭി. ഒന്നുകൂടി നോക്കാം. സൗമ്യ ത്വം വേത്ത തത്സർവം തദനുഗ്രഹാത് തത്വതഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവഃ ഭ്രൂയു ഉദ ഗുഹ്യം അഭി. ഇനി നമുക്ക് ഇതിൻ്റെ അന്വയത്തിൻ്റെ അർത്ഥം നോക്കാം. സൗമ്യ എന്ന് പറയുന്നത് ശാന്ത സ്വഭാവമുള്ളവനെ സൂതനോടായിട്ട് ശൗനകാദികൾ പറയുകയാണ്. വിനയവും വിനീതതയുമുള്ള ശിഷ്യനെ എന്ന അർത്ഥത്തിലാണ് അഭിസംബോധന ചെയ്യാൻ. സൗമ്യ ശാന്തസ്വരൂപത്തോടു കൂടിയ ഉള്ള ആളാണ് സൂതൻ. അങ്ങനെയുള്ള സൂതനെ അഭിസംബോധന ചെയ്യാണ്. ത്വം വേത്ത അങ്ങ് അറിയുന്നു, അങ്ങ് എല്ലാം അറിയുന്നു. തത് സർവം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ്. എങ്ങനെയാണ് അങ്ങേക്ക് അത് അറിയാനായിട്ട് സാധിച്ചത്? തത് അനുഗ്രഹാത്, അതായത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം അങ്ങേക്ക് വേണ്ടുവോളം ലഭിച്ചിട്ടുള്ള ആളാണല്ലോ. തത്വതഃ തെറ്റുകൂടാതെ, സംശയലേശമന്യേ, അതായത് യാതൊരുവിധ സംശയവുമില്ലാതെ, അതായത് പൂർണ്ണജ്ഞാനം ലഭിച്ച ആൾക്കല്ലേ സംശയമില്ലാതെയുള്ളൂ. അങ്ങനെയുള്ള പൂർണ്ണജ്ഞാനം ലഭിച്ച ആളാണ് ആര്? സൂതൻ. അങ്ങനെയുള്ള സൂതനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സ്നിഗ്ധസ്യ ശിഷ്യസ്യ, അതായത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇവിടെ പറയുന്നത്. സ്നിഗ്ധസ്യ ശിഷ്യസ്യ, സ്നേഹപൂർവം വാത്സല്യത്തോടെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാർ അല്ലേ? ഗുരുനാഥനോട് എല്ലാവിധത്തിലുള്ള സ്നേഹവും ഭക്തിയുമുള്ള ശിഷ്യന്മാർ, ആത്മസമർപ്പണം ചെയ്ത ശിഷ്യന്മാർ. അങ്ങനെയാണ് ശിഷ്യന്മാർ, അങ്ങനെ ആയിരിക്കണം എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി ഗുരുനാഥനോടുള്ള ഭക്തിയോടുകൂടിയുള്ള ശിഷ്യന്മാർ. ഗുരുനാഥൻ പറയണത് ഇങ്ങോട്ട് പറഞ്ഞാൽ 10 അങ്ങോട്ട് പറയുന്ന ശിഷ്യന്മാരല്ല. ഗുരുനാഥൻ പറയുന്ന ആ ജ്ഞാനമാകുന്ന അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ശിഷ്യന്മാർക്ക്, വാത്സല്യ ശിഷ്യന്മാർക്ക്, പുത്രസ്ഥാനം എന്നാണ് പറയുക. മക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ ശിഷ്യന്മാരോട് ഗുരുനാഥന്മാർക്ക് ഉണ്ടാവും. കാരണം എന്താ? അത്രയും സ്നേഹമാണ്. മക്കൾക്ക് പോലും ചിലപ്പോൾ അത്ര സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ശിഷ്യന്മാരങ്ങനെയല്ല. കാരണം ആ യഥാർത്ഥ ജ്ഞാനം നൽകുന്ന ആളാണ് ഗുരുനാഥൻ. അങ്ങനെയുള്ള ഗുരുനാഥനെ അത്രയും സ്നേഹത്തോടുള്ള ശിഷ്യനോട് തീർച്ചയായിട്ടും ഗുരവഃ, ഗുരുനാഥന്മാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ബ്രൂയു ഉദ, തീർച്ചയായും പറയും. ഗുഹ്യം അഭി, അതാണ് പ്രധാനമായിട്ട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഈ രഹസ്യം? ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. രഹസ്യമായിട്ട് അനവധി കാര്യങ്ങൾ പൊതുവായിട്ട് പറയും. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. കാരണം എന്താ? ഈ ശ്ലോകങ്ങളെല്ലാം പറഞ്ഞാലും അതിൻ്റെ സൂക്ഷ്മാംശം മനസ്സിലാക്കണമെങ്കിൽ സമർപ്പണ ഭാവത്തോടു കൂടിയേ തീരുള്ളൂ. അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എല്ലാം സാധാരണമായി നമുക്കറിയാവുന്ന രീതിയിൽ പുറമേ കൂടെ മാത്രം മനസ്സിലാക്കി പോകും. സൂക്ഷ്മാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് സൂക്ഷ്മ രഹസ്യങ്ങൾ. എത്ര തന്നെ പറഞ്ഞാൽ പോലും അത് നമുക്ക് മനസ്സിലാവില്ല ഇല്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്. എത്രയോ സപ്താഹങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർക്ക് എല്ലാ ജ്ഞാനം കിട്ടണ്ടല്ലോ. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? കുറേ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഭാഗവതം സപ്താഹമൊക്കെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് ലഭിക്കാതെ പോകുന്നത്? അതാണ് അതിൻ്റെ ഉള്ള രഹസ്യം. ആ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ഭാവമുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള രഹസ്യമായിരിക്കുന്ന തത്വങ്ങളെല്ലാം അങ്ങേക്ക് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ പകർന്നു നൽകിയ ആ രഹസ്യങ്ങൾ ഞങ്ങളോടായിട്ട് പറഞ്ഞു നൽകണമെന്നുള്ള
അപേക്ഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ശിഷ്യൻ, അത്രയും ഉത്തമനായ ശിഷ്യന് ഗുരുനാഥൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അങ്ങേക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ആ ഒരു ഭാവം ആർക്കുണ്ട്? ശൗനകാദി മഹർഷിമാരെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഉപേക്ഷയൊന്നും വരുത്തരുത് എന്നുള്ള ഭാവമാണ് ഇവിടെ കാണുന്നത്. കാരണം അതീവ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് ഞങ്ങളിത് അങ്ങയോടായിട്ട് ചോദിക്കുന്നത്. എന്തൊക്കെയാണത്? ആ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് സൂതനോടായിട്ട് ചോദിക്കാനായിട്ട് ശൗനകാദി മഹർഷിമാർ ആരംഭിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താണ് ഈ ലോകം, എന്താണ് ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായത്, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഓൾറെഡി അതിന് ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? അതാണ് സൂക്ഷ്മ രഹസ്യമായ തത്വമായതുകൊണ്ടാണ്. ആ തത്വത്തെ ഗ്രഹിക്കണമെങ്കിൽ അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം. ഈ കാണുന്ന പ്രപഞ്ചത്തെ അറിയണം, എങ്കിലേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം, രണ്ട് കൂട്ടർക്കാണ് യാതൊരു പരിഭ്രമവും ഇല്ലാത്തത്. ആർക്കൊക്കെയാണത്? ആ വിഷയത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരു പരിഭ്രമം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു വിഷയം ഉണ്ടാവില്ല. പിന്നെ ആർക്കാ വിഷയം ഉണ്ടാവുക? കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ച ആൾക്കാർ. അതാരാ? നമ്മളൊക്കെ തന്നെ. എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയൊക്കെയോ കുറേശ്ശെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്പം ജ്ഞാനം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഭാഗവതം അല്പജ്ഞാനികളെ എന്ന് വിളിക്കാൻ കാരണം. പൂർണ്ണജ്ഞാനം എത്തിയ ആൾക്കാർക്ക് ഒരു ഭ്രമമില്ല. സൂതരെ പോലുള്ള, ശൗനകാദി മഹർഷിമാരെ പോലെയുള്ള, ശ്രീശുക ബ്രഹ്മർഷിയെ പോലെയുള്ള, വേദവ്യാസനെ പോലെയുള്ള ആൾക്കാർക്ക്, ആ മഹാത്മാക്കൾക്ക് യാതൊരു പരിഭ്രമവുമില്ല. അവരൊക്കെ ഭഗവാനെ അറിഞ്ഞവരാണ്. അതുപോലെ നമ്മൾക്കും സാധിക്കും. അതാണ് ഭാഗവതം പറയണത്. നമ്മൾക്കും തീർച്ചയായിട്ടും സാധിക്കും. അതിനെന്താ വേണ്ടത്? ഭക്തി ഉണ്ടായാൽ മതി. ഭഗവാനിൽ ഭക്തി, പൂർണ്ണമായ സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജ്ഞാനത്തെ നമുക്കും കൈവരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.